നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സാംസങ് ഗാലക്സി A54 5Gയെ പറ്റിയാണ്. ഇതൊരു 35,000 രൂപ റേഞ്ച് വന്നിരിക്കുന്ന ഒരു ഫോണാണ്. ഏകദേശം 35 ടു 38 വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയുടെ ബോഡി സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ 8.2 മില്ലിമീറ്റർ തിക്നെസ്സും 202 ഗ്രാം ഭാരവുമായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നുണ്ട്. ബാക്കിലും ഗ്ലാസ് ബോഡി തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സൈഡിൽ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. IP67 റേറ്റിംഗും ഹൈബ്രിഡ് ഡുവൽ സിമ്മും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ 6.4 ഇഞ്ച് വരുന്ന ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള 1000 നിറ്റ്സോളം ബ്രൈറ്റ്നസ് വരുന്ന നല്ല 120 ഹെർട്സിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസിലോട്ട് വരികയാണെങ്കിൽ 50 MB OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. റിയർ സൈഡിലെ ക്യാമറ നമുക്ക് കാണാൻ നല്ല കണ്ണുകൾ പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 50 MB OIS സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറയും 12 MB അൾട്രാ വൈഡ് ആംഗിൾ, അത് ഏകദേശം 123 ഡിഗ്രി ഓഫ് അതിൻ്റെ ഫീൽഡ് ഓഫ് വരുന്നുണ്ട്. 5 MP ഒരു മൈക്രോ ലെൻസുമാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ മൈക്രോ ക്യാമറയുടെ സാമ്പിളുകൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കാം. 4K at 30 FPS ആണ് ഇതിൻ്റെ മെയിൻ ക്യാമറ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നോച്ച് ഡിസ്പ്ലേ ആണ്. നോച്ചിനുള്ളിൽ 32 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 4K at 30 FPS ആണ് എടുക്കാൻ കഴിയുക. ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിൽ ഒരുപാട് ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദി ബോക്സിൽ Android 13 ആണ്, പക്ഷേ നമുക്ക് അപ്ഡേറ്റ് Android 14 കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്സിനോസിൻ്റെ 1380 എന്ന് പറഞ്ഞ ഒരു പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു 5 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ്. 2.4 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് അണ്ടർ ഡിസ്പ്ലേ സാധാ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റാണ്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ഒന്നുമല്ല കിട്ടുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റാണ് ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ഒരു ഹ്യൂജ് ബാറ്ററി സപ്പോർട്ട് വരുന്നുണ്ട്. പ്ലസ് 25 വാട്ട് ഫാസ്റ്റ് ചാർജർ. ഇപ്പോഴും ഒരു 35 രൂപ ഒരു പ്രൈസിൽ സാംസങ് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കേബിൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അഡാപ്റ്റർ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മറ്റു പല കമ്പനികൾ 80 വാട്ടും 44 വാട്ടും ഒക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ സാംസങ് ഈ ഒരു ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കേണ്ടതാണ്. ഒരു 45 വാട്ടൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യിപ്പിക്കേണ്ടതാണ്. അതും ചാർജറും കൂടി കൊടുക്കേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും സാംസങ് ഭാവിയിൽ ചാർജർ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, കിഡ്ലൻ ഡിസ്പ്ലേ തന്നെയാണ്. അപ്പം സാംസങ് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഫോണാണ് സാംസങ്ങിൻ്റെ A54 5G. ഇത്ര ഒരു പ്രൈസ് വരുന്നുണ്ട്, 35,000 രൂപ റേഞ്ചോളം വരുന്നുണ്ട്. അതിനുള്ള ഒരു ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഏകദേശം നോർമലി സാംസങ്ങിൽ കിട്ടുന്ന ആ ഒരു ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായ ഫീച്ചറുകളൊന്നും വരുന്നില്ല. പ്രൊസസ്സറിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്നാപ്ഡ്രാഗൺ സീരീസ് പ്രൊസസ്സറുകൾ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഓക്കെയാണ്. എപ്സിനോസ് പ്രൊസസ്സർ ആയാലും കുഴപ്പമൊന്നുമില്ല. നോർമൽ യൂസേജിനൊന്നും ലാഗോ ഇതൊന്നും വരില്ലാത്തൊരു നല്ല പ്രൊസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യം പറ്റിയതാണ്. വലിയ രീതിയിൽ ഗെയിമിംഗ് ഒന്നും കളിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററി ഉണ്ട്. ചാർജർ കിട്ടുന്നില്ല, പക്ഷേ നമുക്ക് കേബിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.